വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ബാഗ് ഹോൾ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പലതരം ബാഗ്സ് കാണിച്ചു തരുന്നുണ്ട്. ഹാൻഡ് ബാഗ്സ്, ലാപ്ടോപ്പ് ബാഗ് ആൻഡ് ബാഗ്സും കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് എൻ്റെ ഫേവററ്റ് ബ്രാൻഡാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ലിനോപെറോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അവരുടെ ബാഗ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എസ്പെഷ്യലി ഹാൻഡ് ബാഗ്സ്. അപ്പോൾ ഞാൻ കൂടുതൽ ഹാൻഡ് ബാഗ്സ് കേട്ടോ പൊതുവെ യൂസ് ചെയ്യാറ്. ബാക്ക് പാക്സ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. അധികം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ സ്ലിംഗ് ബാഗിനേക്കാളും ഹാൻഡ് ബാഗ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹാൻഡിൽസ് അല്ലാണ്ട് ഇങ്ങനെ ഷോൾഡറിൽ തൂക്കിയിടാൻ പറ്റുന്ന ഇങ്ങനത്തെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വള്ളി വരുന്നുണ്ട്. അങ്ങനത്തെ ആട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഹാൻഡ് ബാഗ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാഗ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കുറേ വട്ടം അത് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ ഹോൾ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്തിട്ട് ചെളിയായാലും പെട്ടെന്ന് അത് അറിയത്തില്ല. പിന്നെ ലൈറ്റ് കളേഴ്സ് ആകുമ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ കുറേ വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പം ചെളിയായ പെട്ടെന്ന് അറിയും. അപ്പോൾ ലൈറ്റ് കളേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ പല കളേഴ്സും അവൈലബിൾ ആട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഫ്ലാറ്റ് ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചാലും ഇങ്ങനെ ഇരിക്കും. ചില ബാഗ് ഇങ്ങനെ ഫ്ലാറ്റ് അല്ലാത്ത ബാഗ് വെച്ചാൽ ഇങ്ങനെ വീഴത്തില്ല. അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല, വെച്ചിട്ട് തന്നെ ഇരിക്കും. ആൻഡ് ഉള്ളിൽ കാണിച്ചു തരാം. ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ഓപ്പൺ പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു സിപ്പ് പോക്കറ്റ് ഉണ്ട്. ആൻഡ് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ഉണ്ട് കേട്ടോ. ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബാഗ് ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1039 റുപ്പീസിനാണ്. പിങ്ക് കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അടുത്ത ലിനോപെറോസിൻ്റെ ഹാൻഡ് ബാഗാണ് ഇതാട്ടോ. ബാഗ് നല്ല അടിപൊളിയായിട്ടുള്ള ഷേപ്പിലാട്ടോ വരുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ രണ്ട് ഹാൻഡിൽസ് വരുന്നുണ്ട്. ആൻഡ് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ പോക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട്. ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. നടുക്ക് ഒരു സിപ്പ് പോക്കറ്റ്. സോ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗാണ്. ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ അത് മേടിച്ചത് 1249 റുപ്പീസിനാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ബാഗ്സിലൊക്കെ ഇടയ്ക്ക് ചെറിയ സ്കാർഫും കൊണ്ട് ഇങ്ങനെ റിബണൊക്കെ കെട്ടി വെക്കും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുള്ള ഒരു സ്കാർഫാണിത്. ഇത് പാലെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് റിബൺ പോലെ അവിടെ കെട്ടി വെക്കും. അപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. ഈ ഒരു പ്രിൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പല ബാഗ്സിൻ്റെ കൂടെ സ്യൂട്ടബിൾ ആയി പോണ ഒരു പ്രിൻ്റാണിത്. സോ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350, 400 ആ ഒരു റേഞ്ചിലാട്ടോ വരുന്നത്. അടുത്ത ഒരു ബാക്ക് പാക്കാണ് വൈറ്റ് ക്രാഫ്റ്റിൻ്റെ ബാക്ക് പാക്ക് ആട്ടോ. അവിടെ വിക്കി ഈ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രിൻ്റൊക്കെ അടിപൊളിയാട്ടോ. നല്ല പ്രിൻസും കളേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ഇതിനാണെങ്കിൽ ഇവിടെ വലിയൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഈ ഒരു പർപ്പിൾ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 29.5 ലിറ്റേഴ്സ് ആട്ടോ. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ ചെറിയ പോക്കറ്റ്സ് ഇല്ല കേട്ടോ. ഇതിൽ ചെറിയ പോക്കറ്റ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. സോ ഇവിടെ ബാക്കിലാണെങ്കിൽ പാഡിങ് ഉണ്ട്. ആൻഡ് ഷോൾഡർ സ്ട്രാപ്സ് ആണെങ്കിലും പാഡഡ് ആയിട്ടാണ്. ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാനുണ്ട്. വലിയ 2 കമ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ ഉള്ളത്, ചെറിയ പോക്കറ്റ്സ് ഇല്ല. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 955 റുപ്പീസ്. നെക്സ്റ്റ് വരുന്ന സൂക്കിൻ്റെ ലാപ്ടോപ്പ് ബാക്ക് പാക്കാണ് ഇതാട്ടോ ബാഗ്.
ബ്ലാക്കിൽ ഈ ഒരു പ്രിന്റ് വരുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ പല പ്രിന്റ്സിലും സൂക്കിന് ബാഗ്സ് അവൈലബിൾ ആട്ടോ. ഈ ഒരു ബാക്ക് പാക്ക് തന്നെ പല പ്രിന്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രിന്റിന്റെ നെയിം വരുന്നത് ഫ്ലോ മോട്ടീഫ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാഡിങ് ഉണ്ട്, ഇവിടെ ഉണ്ട്, വലിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലാപ്ടോപ്പ് വയ്ക്കാണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ വയ്ക്കാനുണ്ട്. ഇവിടെ പോക്കറ്റ്. മെയിനായിട്ട് 3 കമ്പാർട്ട്മെൻ്റ് ആട്ടോ. ഇത് രണ്ടാമത്തെ. ഇതിലാണെങ്കിൽ ഇവിടെ സിപ്പ് പോക്കറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഓപ്പൺ പോക്കറ്റ്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക് പാക്ക് ആണ്. പിന്നെ പ്രിന്റ് ആണെങ്കിലും അടിപൊളി കേട്ടോ. സൂക്കിന് അറിയാലോ, നല്ല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1707 റുപ്പീസ്. നെക്സ്റ്റ് വരുന്നത് സൂക്കിൻ്റെ തന്നെ ഒരു ബാഗാണ്. ഇത് ലാപ്ടോപ്പ് സ്ലീവ് ആട്ടോ. നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പോക്കറ്റ് ഉണ്ട്, പിന്നെ ഹാൻഡിൽസ്, ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കാം. ഇതും പല പ്രിന്റ്സിൽ അവൈലബിൾ ആട്ടോ. ഇതൊരു ബീച്ച് വേവ് പ്രിന്റ് ആട്ടോ. വേറെ പല പ്രിന്റ്സും അവൈലബിൾ ആണ്. പിന്നെ അവർക്ക് വേറെ ഒരു മോഡൽ ലാപ്ടോപ്പ് ബാഗ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 884 റുപ്പീസ് ആണ്. ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.